വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന PSC പരീക്ഷകൾ, RRB, SSC ഏത് പരീക്ഷയ്ക്കും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ആദ്യത്തെ ചോദ്യം, 2025 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. നോബൽ പ്രൈസ് 2025 ലിറ്ററേച്ചർ. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ലാസോ ക്രാസ്നഹോർക്കായ്. ലാസോ ക്രാസ്നഹോർക്കായ്, ഹംഗേറിയ. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസോ ക്രാസ്നഹോർക്കായ് എന്ന ഹംഗേറിയ. ലാസോ ക്രാസ്നഹോർക്കായ്, ഹംഗേറിയ. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് പ്രീമിയർ ഫുട്ബോളിലെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം സഞ്ജു സാംസൺ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം സഞ്ജു സാംസൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അടുത്ത ചോദ്യം, രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം KS ചിത്ര. രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായത്. ഉത്തരം KS ചിത്ര. അടുത്ത ചോദ്യം, ലോക തപാൽ ദിനം എന്ന്. ഒക്ടോബർ 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9. ലോക കാഴ്ച ദിനം ഒക്ടോബർ 9. ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനം. ലോക തപാൽ ദിനം ഒക്ടോബർ 9. ലോക കാഴ്ച ദിനം ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി. വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിക്കുന്നത് കൊട്ടാരക്കര. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിക്കുന്നത് കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഉത്തരം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഉത്തരം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ചോദ്യം, രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിലെ സ്ഥാനം. 3-ാം സ്ഥാനം. രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിലെ സ്ഥാനം 3-ാം സ്ഥാനം. കേരളത്തിലെ 3-ാം വന്ദേ ഭാരത് റൂട്ട്. ഉത്തരം എറണാകുളം ബംഗളൂരു. കേരളത്തിലെ 3-ാം വന്ദേ ഭാരത് റൂട്ട് എറണാകുളം ടു ബംഗളൂരു. അടുത്ത ചോദ്യം, ഹീറോ ഡാഡിയും കുഞ്ഞൻ പ്രോയും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ്. G. കണ്ണനുണ്ണി. ഹീറോ ഡാഡിയും കുഞ്ഞൻ പ്രോയും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് G. കണ്ണനുണ്ണി. അടുത്ത ചോദ്യം, സന്തോഷ് ട്രോഫി കേരള പരിശീലകൻ ഷെഫീഖ് ഹസൻ. സന്തോഷ് ട്രോഫി കേരള പരിശീലകൻ ഷെഫീഖ് ഹസൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈന ഹുവാജി യാങ് ഗ്രാൻഡ് കയാനിയൻ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈന ഹുവാജി യാങ് ഗ്രാൻഡ് കാന്യാൻ പാലം. അടുത്ത ചോദ്യം, ഈ മാസം മൺസൂൺ സീസണിൽ 9000 മില്ലിമീറ്റർ അധികം മഴ പെയ്ത ഇന്ത്യയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായി മാറിയത്. തംഹിനി ഘട്ട്, പൂനെ. ഈ മാസം മൺസൂൺ സീസണിൽ 9000 മില്ലിമീറ്റർ അധികം മഴ പെയ്ത ഇന്ത്യയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായി മാറിയത്. ഉത്തരം തംഹിനി ഘട്ട്, പൂനെ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റ്. ഉത്തരം ബുവാലോയ് ചുഴലിക്കാറ്റ്. 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റാണ് ബുവാലോയ് ചുഴലിക്കാറ്റ്. അവസാനത്തെ ചോദ്യം, 2 പുതിയ ആൻറ്റിയോൺ സ്പീഷീസുകൾ കണ്ടെത്തിയ സംസ്ഥാനം. കേരളം. 2 പുതിയ ആൻറ്റിയോൺ സ്പീഷീസുകൾ കണ്ടെത്തിയ സംസ്ഥാനം. ഉത്തരം കേരളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസോ ക്രാസ്നഹോർക്കായ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ട്രസ്റ്റിൽ ഏർപ്പെടുത്തിയ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായത്. ഉത്തരം KS ചിത്ര.
ലോക തപാൽ ദിനം ഒക്ടോബർ 9. ലോക കാഴ്ച ദിനം ഒക്ടോബർ 9. ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിക്കുന്നത് കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിലെ സ്ഥാനം. ഉത്തരം 3-ാം സ്ഥാനം. കേരളത്തിലെ 3-ാം വന്ദേ ഭാരത് റൂട്ട്. ഉത്തരം എറണാകുളം ബംഗളൂരു. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ്. ഉത്തരം ജി കണ്ണനുണ്ണി. സന്തോഷ് ട്രോഫി കേരള പരിശീലകൻ. ഉത്തരം ഷെഫീഖ് ഹസൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈന ഹുവാജി യാങ് ഗ്രാൻഡ് കാന്യാൻ പാലം. അടുത്ത ചോദ്യം, ഈ പാദം മൺസൂൺ സീസണിൽ 9000 മില്ലിമീറ്റർ അധികം മഴ പെയ്ത ഇന്ത്യയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായി മാറിയത്. ഉത്തരം തംഹിനിഗഡ് പൂനെ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റ് ബുവാലോയ് ചുഴലിക്കാറ്റ്. അവസാനത്തെ ചോദ്യം, 2 പുതിയ ആൻഡിയോൺ സ്പീഷീസുകൾ കണ്ടെത്തിയ സംസ്ഥാനം. ഉത്തരം കേരളം. താങ്ക് യു.